ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്ത്യൻസിന്റെ ട്രഡീഷണൽ വിഭവമായ പിടി എന്നുണ്ടാക്കാൻ പോവാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പെസഹായ്ക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച കുന്നല്ലിൻ്റെ അരിപ്പൊടിയാണ്. പച്ചരിപ്പൊടി ഉപയോഗിക്കാം, അതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പച്ചരി പൊടിപ്പിച്ചത് ഇല്ലാഞ്ഞിട്ട് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ അത് കുറച്ച് തേങ്ങ, ഞാനിപ്പോൾ എല്ലാത്തിനും ഒന്നും കണക്കൊന്നും എടുക്കുന്നില്ല. അതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അരിപ്പൊടിയായിട്ട് തേങ്ങ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ്. നമുക്കിവിടെ 4 പേർക്ക് തിന്നാനുള്ള ആവശ്യമുള്ള സാധനമാണ് ഞാൻ ഈ പൊടി എടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം കുറച്ച് ചുമന്നുള്ളി, ഒരു 3-4 വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഇതൊന്ന് നന്നായിട്ട് അരയ്ക്കേണ്ട, ഒരു വിധം ഒന്ന് ചതച്ചെടുത്താൽ മതി. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക. ഒരു ലിറ്റർ വെള്ളം നമ്മൾ എടുക്കുകയാണ്, തിളപ്പിക്കണേ. ഈ വെള്ളത്തിലോട്ട് നമ്മൾ ഈ അരച്ചെടുത്ത വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, ഈ പേസ്റ്റ് ഇങ്ങോട്ട് ഇടുകയാണ്. ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് തിളച്ചെടുക്കണം. പാകത്തിന് ഉപ്പ്, കുറവാണ്. ഇച്ചിരി ഈ പിടിയും കോഴി സാറാ നമ്മുടെ 12 സ്ലീവന്മാരുടെ നേർച്ചക്കല്ലേ? റോമൻ കത്തോലിക്കിന്റെ ഒരു നേർച്ചയുണ്ട്, 12 സ്ലീവന്മാരുടെ നേർച്ച എന്ന് പറഞ്ഞൊരു നേർച്ചയുണ്ട്. അതിന് ആണ് സാധാരണ ഈ പിടിയും കോഴിയും പണ്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. പണ്ടും ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പണ്ടത്തെ പോലെ അത്രയും എന്താ പറയാ നേർച്ച അങ്ങനെ നടത്താറില്ലെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ മിക്കവാറും ഉണ്ടായിരുന്നു. അതായത് ഈ അൾത്താരബാലന്മാരെയാണ് അതിന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അത് അന്ന് അച്ഛനും 12 ശിഷ്യന്മാരും, അത് ഈശോയും അല്ലല്ല, ഈശോയും യേശുപിതാവും മാതാവും 12 ശിഷ്യന്മാരും. അങ്ങനെയാണ്. ഞാനങ്ങനെ ഒത്തിരി ഈശോ ആയിട്ടുള്ള പോയിട്ടുണ്ടോ? ആ, ഞാനും ഇവിടെ കിണാട്ടെ ജോസിന്റെ അപ്പൻ അമ്മയാണ് ഈശോയും മാതാവ് യേശുപിതാവും. പക്ഷെ ഇപ്പൊ ഒന്നും അങ്ങനെയില്ല. അച്ഛനും 12 പിള്ളേരും കൂടിയാ പോകുന്നത്. അന്ന് ഞങ്ങളെങ്ങനെ ഇരുത്തും, മാതാവിനെ ഈശോയും യേശുപിതാവുമായിട്ട് ഇങ്ങനെ ഇരുത്തും. അവർക്ക് പ്രത്യേക സീറ്റാ. എന്നിട്ട് ബാക്കിയുള്ളവർ അപ്പുറത്തിരിക്കും. എന്നിട്ട് അവിടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അത് കഴിഞ്ഞാണ് ഈ നേർച്ച വിളമ്പുന്നത്. അപ്പൊ അത് ഒത്തിരി സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ആ നേർച്ച അവരുടെ എന്തെങ്കിലും ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവര് ഇങ്ങനെയുള്ള നേർച്ചകൾ നേരുന്നത്. അതായിരിക്കും. അന്ന് ഒത്തിരി ഞാൻ ഒത്തിരി തവണ പോയിട്ടുണ്ട്. അതൊരു പ്രായം ഉണ്ട്. അതിന് ആ പ്രായം കഴിഞ്ഞാൽ പിന്നെ അവര് അതിനകത്ത് ഈശോയായിട്ട് കൂട്ടത്തില്ല. ഇല്ല, അതായത് നമ്മള് 10ാം ക്ലാസ്, നമ്മളൊക്കെ പഠിക്കും 10ാം ക്ലാസ് വരെയല്ലേ ഉള്ളൂ വേദപാഠമുള്ളൂ. അപ്പൊ 10ാം ക്ലാസ്സും ആദികുർബാന സ്വീകരണത്തിന് ശേഷമുള്ള 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അതിന് തിരഞ്ഞെടുക്കുന്നത്. അപ്പം കൂടുതൽ അടുത്ത അൽത്താരയിൽ ഉള്ള പിള്ളേരെ ആയിരിക്കും കൂടുതലും അവര് കൊണ്ടുപോകുന്നത്. അതെ, ആദികുർബാന കഴിഞ്ഞ ശേഷമാണ് മിക്കവാറും ഈ കരയിലൊക്കെ ഉണ്ടായിരുന്ന പരിപാടിക്കെല്ലാം ഞാനാണ് ഈശോയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈശോയായിട്ട് അല്ല, അത് അവിടെ ഒരു പ്രതിരൂപമുണ്ട്. അവിടെ ഈശോയായിട്ട് മാതാവ് യേശുപിതാവ് ഈശോയായിട്ട് മനുഷ്യർ തന്നെയാണ് വെക്കുന്നത്. അതെ, ഞാൻ പോയിട്ടില്ല, അതുകൊണ്ടല്ല പറഞ്ഞത്. ഞാൻ കണ്ടിരിക്കുന്നത് അച്ഛനും പിള്ളേരും കൂടി. അല്ലല്ല, അത് ഇപ്പം ഇതായിരിക്കും. നേരത്തെ നേർച്ചയ്ക്കാണ് ഈ യേശുപിതാവും മാതാവും ഉണ്ണീശോയും കൂടെ എന്നുള്ള കണക്കിന് നേർച്ച കൊടുക്കുന്നത്. ഊട്ടുനേർച്ച യേശുപിതാവിന്റെ മരണത്തിരുന്നാളിന് വിളിച്ച് ഭക്ഷണം ഇങ്ങനെ കൊടുക്കാറുണ്ട്. മരണത്തിരുന്നാളിന്
മരണത്തിരുന്നാളിനല്ലോ ഇത്, അല്ലാതെയാണല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് ഞാൻ പോയിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ആ കൂടെ ബാക്കിയുള്ള പിള്ളേരും ഞാൻ കണ്ടിട്ടില്ല. അതിനെന്ന് വെച്ചാൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇതിനകത്ത് റോളില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ പോയിരിക്കുന്ന കൂടുതലും അങ്ങനെയാണ്. അന്ന് ഈ അത് അന്ന് പിടിയും കോഴിയുള്ള ഏതാണോ അത് ഇങ്ങനെയായിരുന്നു ആ നേർച്ച. നേർച്ചയ്ക്കാണ് പിടിയും കോഴിയും കൊടുക്കുന്നത്. അത് ഞാൻ അപ്പം അന്ന് എന്ന് പറഞ്ഞാൽ ഈ പിടിയും കോഴിയൊന്നും അങ്ങനെ വീട് വഴിയൊന്നും ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോഴി ഇതുപോലെയുള്ള ഇറച്ചിക്കോഴിയൊന്നും ഇല്ലല്ലോ. നമുക്കുള്ളത് നാടൻ കോഴികളല്ലേ ഉള്ളൂ. അപ്പോൾ ഈ നാടൻ കോഴികളെ പിടിച്ച് വേണം റെഡിയാക്കാനായിട്ട്. അത് ഈ നാടൻ കോഴിയുടെ ഇറച്ചിയാണെന്ന് കടിച്ചു പറിച്ചാൽ കിട്ടുമോ? അതുമില്ല. അത് അവരായിരുന്നു അന്ന്. പിന്നെ വേറെ ആരും അങ്ങനെ പോയിട്ട് ഞാൻ ഓർക്കുന്നില്ല. കൂടുതലും നമ്മുടെ താൽപ്പൂഞ്ഞേട്ടൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ജോസഫിൻ്റെ അമ്മയും ചാച്ചനുമാണ്. രോമൻ ഈ പറഞ്ഞത് എനിക്ക് മിക്കവാറും തോന്നുന്നത് ഔസേപിതാവിന്റെ മരണത്തിരുന്നാളിന് ഊട്ടുനേർച്ച കൊടുക്കുന്ന കാര്യമല്ലേ. മരണത്തിരുന്നാളിന് ഊട്ടുനേർച്ചയൊന്നുമില്ല. മരണത്തിരുന്നാളിന് ഊട്ടുനേർച്ച അത് ഔസേപിതാവിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട, അത് ഈശോയായിട്ട് ബന്ധമില്ലല്ലോ. ഇത് ഞാൻ കേട്ടിരിക്കുന്നത്, ഞാൻ പോയിട്ടില്ല, നമുക്ക് പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നത് അച്ഛനും 12 പിള്ളേരുമായിട്ട് പോവുക, ആ നേർച്ച നടത്തുക എന്നുള്ളതാണ്. അതെ, പക്ഷെ ഞാൻ പോയിരിക്കുന്നത് എങ്ങനെയാണ്. പിന്നെ അത് വേറെ എന്തോ ഒരു ഇതും കൂടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കൂടുതൽ പോയിരിക്കുന്ന ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ കൂടെ ബാക്കിയുള്ള പിള്ളേരും ഒക്കെ ഉണ്ട്. പിന്നെ അത് പിള്ളേർ കഴിഞ്ഞ് ബാക്കി ചിലർ അതിലൊക്കത്തുള്ളവരൊക്കെ വിളിച്ച് അതിൻ്റെ കൂടെ നേർച്ച കൊടുക്കാറുണ്ട്, ഫുഡ് കൊടുക്കാറുണ്ട്. അന്നാണ് ശരിക്കും പിടിയും കോഴിയുടെ നേർച്ച അതിനാണ് ശരിക്കും കണ്ടിരിക്കുന്നത്. അത് പ്രാർത്ഥനയൊക്കെ ചെയ്ത് അച്ഛൻ സാറിന് അന്ന് അവസാനമായിട്ടാണ് വരുന്നത്. ആദ്യ ഭാഗത്ത് ഇല്ലെന്ന് എനിക്ക്. അച്ഛനും പിള്ളേരും കൂടിയാണ് വരുന്നത്. അതിപ്പോഴത്തെ സിസ്റ്റം മാറ്റിയതായിരിക്കും. ഞങ്ങളുടെ കാലത്ത് അല്ല, അത് പറയട്ടെ. ഞാൻ പോയിരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ കാലത്തെ. ഇപ്പോൾ ഞാനത് ഓർക്കുന്നുണ്ട്. അതാ പറഞ്ഞത്. അന്നത്തെ കാലത്ത് ഞാൻ പോയിരുന്ന കാര്യമാണ് പറഞ്ഞത്. അന്ന് പിടിയും കോഴി ഈ ഒരു പരിപാടിക്ക് മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ ഈ പരിപാടി ഇങ്ങനെയായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ തലച്ചെറുക്കുഴിയിലെ പോയപ്പോഴത്തേനും ഏറ്റവും അവസാനം പോയ തലച്ചെറുക്കുഴിയിലായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേന് അച്ഛൻ വന്നിട്ട് ഈ പിതാവിനും പുത്രനും വെച്ചപ്പം 2 രീതി നമ്മൾ നോക്കുമല്ലോ. പിതാവിനും പരിശാലനം സ്തുതി, പിതാവിനും പുത്രനും പരിശാലനം അതിൽ ആമേൻ, അങ്ങനെ 2 ഉണ്ടല്ലോ. അത് പറഞ്ഞ് തെറ്റിപ്പോയപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞ് ഇത് അറിയാൻ മേലാത്തവരാണോ ഈ നേർച്ചയ്ക്ക് വന്നിരിക്കുന്നത്, അത് കുർബാന കഴിഞ്ഞ ആ സമയത്ത് നാളുകൾക്ക് ശേഷം തോന്നും എന്നും പറഞ്ഞ് അച്ഛൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകം ഓർത്തിരിക്കുക കാര്യം. വെള്ളം ഒന്നും ആയില്ല, തിളച്ച് ആവി കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വിഭവം, ഈ പിടിയും കോഴി ഈ ഗ്രാനായക്കാർക്ക് എന്തൊരു പ്രധാനപ്പെട്ട, അതെനിക്ക് തോന്നുന്നു അവരുടെ കല്യാണത്തിനില്ല, തലേ ദിവസത്തെ കല്യാണത്തിനൊക്കെ അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പോയി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് കൃത്യം ഓർക്കുന്നില്ല. ഗ്രാനായക്കാരുടെ കല്യാണത്തിന്റെ തലേദിവസത്തെയാണെന്ന് തോന്നുന്നു പിടിയും കോഴിയെന്ന് എനിക്ക് തോന്നുന്നു. രാത്രി കല്യാണത്തിന് ആണെന്ന് തോന്നുന്നു. ഒരു പ്രധാന വിഭവമാണ് അത്, കമ്പൽസറിയാണ്. അതുപോലെ മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഈ പിടിയും കോഴിയുടെ. അതെല്ലാവരും പറയുക, അപ്പം അറിയാലോ ഇത് ആരൊക്കെ ഏതൊക്കെ മതവിഭാഗങ്ങളിൽ ഇതിൻ്റെ പരിപാടി ഉണ്ടെന്നുള്ളത്, പിടിയും കോഴിയുടെയും. കാരണം ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്ന ഇതിലാണ്. പിന്നെ യാക്കോബറ്റിൽ അതുകൊണ്ടിൽ ഒക്കെ നല്ല പരിപാടിക്ക് പിടിയും കോഴി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഏതാണെന്ന് എനിക്ക് കൃത്യം പറഞ്ഞുകൂടാ. മറ്റ് മതവിഭാഗങ്ങളിലൊന്നും പിടിയും കോഴിയില്ല, കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇതെല്ലാം കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. കോഴിയുടെ ദൗർലഭ്യം ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ കോഴി ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ വീട് വഴിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു. പിന്നെ ഹോട്ടൽ വഴിയെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം. പിന്നെ മിക്ക ഹോട്ടൽ വഴിയൊക്കെ ഇപ്പോൾ പിടിയും കോഴിയൊക്കെ സ്പെഷ്യലാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറി നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. ചിക്കൻ നമ്മുടെ ഓമലൂർ ഫെസ്റ്റിലും ഉണ്ടായിരുന്നല്ലോ പിടിയും കോഴി ഉണ്ടായിരുന്നു. അവർ ഫെസ്റ്റിൻ്റെ അവർ തന്നെ വീക്കെയറിൻ്റെ തന്നെ സ്റ്റാളിലുണ്ടായിരുന്നു, പിടിയും കോഴി ഉണ്ടായിരുന്നു. അതിന് നല്ല ചിലവായിരുന്നു. നമ്മൾ പാഴ്സലാണ് പൊക്കോട്ടിരുന്നതാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങനെ വീട് വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. നമ്മളെന്താണ്ട് എത്രയോ കാലം മുമ്പ് ഉണ്ടാക്കിയതാണ്. വെള്ളം വെച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അല്ല, ഇത് ഉരുട്ടി എടുക്കണമല്ലോ. അതെ, അരിപ്പൊടി ഉണ്ടാക്കി നമ്മള് ബോള് പരുവത്ത് ചെറിയ വട്ടിനേക്കാൾ ഇച്ചിരി കൂടെ വലിപ്പത്തില്, ഒരു നെല്ലിക്ക വലിപ്പം തന്നെ, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മൾ ഇത് ഉരുട്ടി എടുക്കണമല്ലോ. തിളച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഇറങ്ങിട്ട് അതിന്റെ ആ സത്തൊക്കെ ഒന്ന് ഇറങ്ങണം. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ജീരകത്തിന്റെ ഒക്കെ
ഒന്ന് തിളച്ച സത്തരാക്കണം. ആ വെള്ളമാണ് നമ്മൾ ഈ അരിപ്പൊടിയിലോട്ട് ചേർക്കും. അരിപ്പൊടിയിൽ ഒഴിക്കുന്നത്. അത് മുഴുവൻ ഒഴിക്കുകയല്ല, നമ്മൾ കൊഴുക്കട്ടയ്ക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കുന്ന പാകത്തില് ആ പാകത്തിൽ വേണം ഇത് യോജിപ്പിച്ചെടുക്കാൻ. നമ്മുടെ വെള്ളം തിളച്ച് സത്തെല്ലാം ഇറങ്ങി റെഡിയാകുന്നുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, പണ്ടത്തെ നാടൻ കോഴി കൊണ്ട് ഉണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരുന്നു. കുറേശ്ശെ ഒഴിച്ചാൽ മതി. അതിനനുസരിച്ച് വെള്ളം കൂടിപ്പോയാലേ കുരുട്ടിയെടുക്കാൻ പാടായിരിക്കും. ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ട കിട്ടാൻ പാകത്തിനുള്ള പരുവത്തിൽ ഈ അരിപ്പൊടിക്ക് ഉദ്ദേശിച്ചേക്കാളും കൂടുതലാകുന്നാ തോന്നുന്ന. നല്ല പൊലിമയുണ്ട്. ആ പുന്നല്ലിന്റെ അരിപ്പൊടിയല്ലേ, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇതുകൊണ്ട് ഉണ്ടാക്കി. പണ്ട് ഇത് ആയിരുന്നെന്ന് എനിക്ക് തോന്നണേ. അന്ന് മുഴുവൻ നെല്ല് കുത്തിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് വീട് വഴി. അരിപ്പൊടിയൊക്കെ മൊത്തം ഒത്തിരി ഉണ്ട്. വൈകുന്നേരം തിന്നാം, വൈകിട്ടും കഴിക്കാം. തേങ്ങ ചേർത്തുണ്ടാക്കുന്ന ഒരു ദിവസത്തിൽ കൂടുതൽ ഇരിക്കാൻ പാടില്ല. ഇത് തേങ്ങ ഇതിനകത്ത് ഇവിടെ നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ട് അരിപ്പൊടിക്കകത്തും. പിന്നെ ബാക്കി തേങ്ങ ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർത്ത് ഇത് ശരിയാകുന്ന സമയത്തൊന്ന് ഒഴിച്ചു കൊടുക്കണം, ഒരു പകുതി വേവാകുമ്പോൾ. അപ്പം തേങ്ങ അതിനകത്ത് ഇച്ചിരി കൂടുതൽ വരുന്നുണ്ട്, അപ്പോൾ അത് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. ഒരു വൈകുന്നേരം വരെയൊക്കെ ഇരിക്കുമായിരിക്കും, കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം വൈകിട്ട് മതിയും തോന്നുന്നു. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു ഇച്ചിരി ചൂടോടുകൂടി നമ്മളിത് കുഴച്ചെടുക്കണം. ഉണ്ടാക്കണം അല്ലേ? ചെറിയ കുഴച്ചെടുക്കണം. ഇച്ചിരി ഒന്ന് ചൂട് മാറിക്കോട്ടെ. ചില പള്ളി വഴിയൊക്കെ ഇത് വലിയ നേർച്ചയായിട്ട് നടത്തുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ കുത്തിയിരുന്ന് ഉണ്ട പിടിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്, പിടിയും കോഴിയും. ശരി, ഇതിൻ്റെ ഈ ഉരുട്ടിയെടുക്കലാണ് ഒരു പണി. കണ്ടമാനം ഉണ്ടാക്കണമെങ്കിൽ ഉരുട്ടിയെടുക്കൽ ഒരു പണിയാണ്, കുറച്ച് ആൾക്കാർ വേണം. ഏതോ പള്ളിയിൽ എൻ്റെ നേർച്ചയൊക്കെ ഉള്ളതായിട്ടിരിക്കുക. അത് എവിടെയാണ്? അത് പാലാ ഭാഗത്തൊക്കെ തോന്നുന്നു. ചൂട് കണ്ടവനാ? ചൂടുണ്ട്, ചൂട് തന്നെ. കൈ പിടിക്കുന്നുണ്ട്. കൈയിലൊട്ടുന്നുണ്ടല്ലേ? കൈ ഒന്ന് നനയ്ക്കുവാണെങ്കിൽ നമ്മൾ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇന്നൊക്കെ പിന്നെ ഇത് ഹോട്ടൽ വഴിയൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാവർക്കും ഒക്കെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അറിയായിരിക്കും. വേണം ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഇപ്പം ഹോട്ടൽ വഴിയൊക്കെ കിട്ടുന്നുണ്ടേ. നമ്മൾ കഴിച്ചിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ കഴിക്കാനൊരു അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് ഞാൻ കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ സമയത്തിട്ട ഓശാന നേർച്ച. അതും നമുക്ക് നേർച്ച. അത് നമുക്ക് വീട് വഴി ഉണ്ടാക്കാവുന്നതാണ്, കുറച്ചായിട്ടൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അത് അമ്മയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയില്ലെന്ന് തോന്നുന്നു. ക്ഷീണം തോന്നുന്നു. വന്നായിരുന്നു ആദ്യം നമ്മൾ പശുവിനെ കറക്കാൻ പോയപ്പോൾ ഒന്ന് വന്നായിരുന്നു. എല്ലാം ഒന്ന് തപ്പി നടന്നേച്ച് പോയി. പിന്നെ ചായ കുടിച്ചു, പാത്രം കൊണ്ട കഴുകി വെക്കാൻ വന്നായിരുന്നു. പിന്നെ ഒന്നും കൂടെ ഉറങ്ങുക. ഇത് നമ്മൾ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. ഒരു നെല്ലിക്ക വലിപ്പം മതി. കുറേ ഉണ്ടാവേ. വിവാനും കൂടെ വരുമായിരുന്നു. വിനായ്ക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഉരുള ഉണ്ടാക്കണത്. ഇവനെ വിളിച്ചു നോക്കാം. വരും തോന്നണില്ല. ഈ ഉരുള മതി കേട്ടോ. ഇത് വെള്ളത്തിലിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലോട്ടാണ് ഇടുന്നത്. അപ്പോഴത് ഇച്ചിരി കൂടെ വീർത്ത് വരും. ചെറുതാക്കണമായിരുന്നോ? അപ്പൊ സമയം പോകും.
അതിനെ ചോദിച്ചിട്ടില്ല, ഇത് ഉരുട്ടി ഉരുട്ടി ഇതിന്റെ തീരെ ചെറിയ ഉരുളാക്കി ചെയ്യുന്നവരുണ്ട്. ഇച്ചിരി വലിപ്പം ഉള്ളതും ഉണ്ട്. പക്ഷെ തീരെ ചെറുതാക്കുന്ന ഞുള്ളി എടുക്കാനായിട്ടൊക്കെ പാടാ. ഇച്ചിരി ചൂടോടെ കഴിക്കുമ്പോഴത്തേന് അത് ആദ്യമായിട്ട് പാടാ. അപ്പോൾ ഇത് ഉരുട്ടി വരാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ഞാൻ അമ്മയെ എടുക്കുമെന്ന് നോക്കട്ടെ. അമ്മ നേരത്തെ നടന്നിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങി വന്നായിരുന്നു. എന്നിട്ട് പിന്നെ കയറി കിടക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ പാനിട്ടായിരുന്നല്ലോ, അതിനെ പറ്റി നിന്ന് പോയാ? ആ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ബാ നമുക്ക് പിടിയും കോഴി ഉണ്ടാക്കാം. പിടിയും കോഴി, പിടിയില്ലേ? പിടി. ആ കോഴിയും പിടിയും, കോഴിക്കറിയും പിടിയില്ലേ? പിടി നമ്മൾ നേർച്ചയ്ക്ക് പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന പിടിയില്ലേ? മനസ്സിലായില്ലേ? എണീറ്റ് വാ കാണാതെ എന്നാന്ന്. എണീറ്റ് വാ കാണാം. ആ ബാ കാണിക്കാം പിടിയും കോഴി ഉണ്ടാക്കുന്നത്. ആ ബാ ഇരു വാ. ഇവിടെ ഇങ്ങനെ കിടക്കാതെ ഇരു വാ. സാറിന് ഏറ്റ് നടക്കണല്ലേ? എന്നാ രാത്രിയൊന്നുമില്ല, നേരം വെളുത്തു വന്നേ ഉള്ളൂ. ആ അടുക്കളയിലോട്ടാ. അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണല്ലോ ഇതൊക്കെ പണ്ടേ. ഇഷ്ടം പോലെ ഉണ്ടാക്കി തന്നിട്ടില്ല. നേർച്ചയില്ലാതെ ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു വീട്ടിലേക്ക്. പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. ബാ എല്ലാവരും ഉണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അവന് ആരാ? വേറെ ആരാ വരാണല്ലേ? ഇതുണ്ടല്ലേ? ആ അത് വിവാൻ ഉരുട്ടാൻ വന്നിട്ടുണ്ട്. ഇത്രേ വലിപ്പേ വരാവുള്ളൂ കേട്ടോ, തീരെ ചെറുതുമാകരുത്. ഞാൻ ആ ഉരുട്ടി വെച്ചിരിക്കുന്ന വലിപ്പത്തിൽ എല്ലാം ഒരേപോലെ തന്നെ വരണം. പല ഷേപ്പ് ഇതായി പോകരുത്, വലിപ്പമായി പോകരുത്. അതെ അതെ. ഇതെന്നാ അമ്മ മറന്നു പോയിരുന്നു തോന്നണ്ട. അമ്മ രാവിലെ ഒരു മൂഡ് ഓഫ് ആണ് ഇന്ന് അല്ലേ? പിടി ഉണ്ടാക്കുക കേട്ടോ, പിടി പിടി. ആ അമ്മയൊക്കെ ചോദിക്കും എന്തായിരിക്കും നീ പിടി. അമ്മ മറന്നുപോയി കാണും. ഇത് കണ്ടോ ചെറിയ അമ്മ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? പിടി എല്ലാം ഓർമ്മയുണ്ടോ? ആ നമുക്ക് തിന്നാം ഉണ്ടാക്കിയിട്ട്. നമുക്ക് തിന്നാന്ന് ഇന്ന് രാവിലെ. അമ്മയ്ക്ക് വേണ്ടേ? അമ്മയ്ക്ക് ഒന്നിനും നിർബന്ധം ഇല്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടിട്ട് അമ്മ എല്ലാം കഴിക്കുന്നതല്ലേ അല്ലേ? അതെ അതെ, മക്കൾക്ക് വേണ്ടി ജീവിക്കുവോ അല്ലേ? ഇന്നെ ക്ഷീണാണോ? ഇന്നെ ഒരു മയക്കം, രാവിലെ ഇച്ചിരി മൂടലുണ്ട്. രാവിലെ ചായ കുടിച്ചേച്ച് ഒന്ന് നടന്നേച്ചൊന്നും കൂടെ അങ്ങ് കിടക്കും. അല്ല ഇന്ന് ഇച്ചിരി മൂടലുണ്ട്. അവൻ ജനം തുറന്നിട്ട് മോഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കുഴച്ചത് എനിക്ക് പണിയായി വേർത്ത്. അമ്മയ്ക്ക് ജനലെല്ലാം തുറന്നിരുന്ന പേടിയാ. ജീവിയൊന്നും വരികയില്ലായിരുന്നു. ഇപ്പൊ പകൽ ഏത് ജീവി വരാനാ? ഇന്നലെ പശുവിന്റെ കൂട്ടിലെ 2 കൊക്ക് വന്നിരുന്നേന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വെള്ള ജീവികള് പശുവിന്റെ അടുത്ത് വന്ന് നിപ്പുണ്ടെന്ന്. അതിന് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയത്തില്ലെന്ന്. ആ നമ്മുടെ അവരെ കൂട്ടുകാർ 3 പേരുണ്ട്. 2 പേരെ ഉണ്ടായിരുന്നല്ലോ. ആ 2 പേരെ വന്നുള്ളായിരുന്നു. അമ്മ ഉരുട്ടാൻ കൂടുന്നുണ്ടോ? ഉരുട്ടാൻ കൂടുന്നുണ്ടോന്ന്? ഉണ്ട ഉരുട്ടാൻ കൂടുന്നുണ്ടോന്ന്? ഉണ്ട പിടി പിടി. എന്തായിരിക്കും പിടി എന്നുള്ള പേര് വരാൻ കാരണം? അത് എന്താന്നുള്ള പിടിയിട്ടില്ല. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് കൊണ്ടായിരിക്കും. കൈ പിടിച്ച് ഉരുട്ടിയെടുക്കട്ടെ, അതായിരിക്കും. അതിനെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യട്ടെ. നീ പേര് വരാനുള്ള കാര്യം എന്നാന്നുള്ളത്. ഉരുട്ടുന്നുണ്ടോ? പിടി ഉരുട്ടാൻ കൂടുന്നുണ്ടോന്ന്? ആ ഉണ്ടാക്കാൻ കൂടുന്നുണ്ടോന്ന്? അടുക്കളപ്പണി ഇഷ്ടമില്ല. അല്ലെ അടുക്കളപ്പണി എടുത്തെടുത്തെടുത്ത് അമ്മ മടുത്ത്. അത് ശരി. അടുക്കളയെന്ന് അമ്മ എന്നോട് പറയും ഞാൻ വന്ന കാലത്ത്, ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോവാണെങ്കിൽ തന്നെ ആശ്വാസം കിട്ടും. എടുത്താ വല്ലതും ഉണ്ടോ? ചെയ്തത് വല്ലതും കാണാനുണ്ടോ? ചെയ്തിട്ട് വല്ലതും കിട്ടാനുണ്ടോ? പിന്നെ പറമ്പിലോട്ട് ഇറങ്ങി വല്ല വിറക് പറക്കുവോ വല്ല പുല്ല് പറിക്കുവോ ഒക്കെ ചെയ്താൽ നോക്കണം. ചിരിക്കണം. അതിനൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് അടുക്കളപ്പണി അമ്മയ്ക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അമ്മ മടുത്ത്. അല്ലേ? ശരി തന്നെയാ അമ്മേ. എടുത്താലൊന്നും കാണാനില്ല.
ഡയലോഗ് ഇവിടെ എന്നാ പണിയിരിക്കുന്നത്, നീ എന്നാ ചെയ്യാനിരിക്കുന്നത്? ഞങ്ങൾ നല്ല പ്രായത്തിലും ഞങ്ങൾ വലിയ പഴയ അടുക്കള പണിട്ടില്ല. ആര് പറഞ്ഞു? പിന്നെ അമ്മ അടുക്കളയിലായിരുന്നില്ല ഫുള്ള്. രാവിലെ ഏറ്റ് കഴിഞ്ഞാല് അന്ന് വീട്ടിലുള്ള അനിയത്തിമാരും മക്കളും അമ്മയും അപ്പനും ഒക്കെ ജോലി. നമ്മ വീട്ടിലാണ് 3-4 പേര് അടുക്കള കാണും. അമ്മ അത് ഈ കടയുണ്ടായിരുന്നോണ്ടേ, കടയുള്ളതുകൊണ്ട് കടയിലോട്ടുള്ള സാധനങ്ങൾ അന്ന് അപ്പൊക്കെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോവാ. മേരിച്ചിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ പോവാ. എന്നാ പോയി കിടന്നോ. കിടന്നോ. അപ്പൊ ഇതായി കഴിയുമ്പോ വിളിച്ചേക്കാം കേട്ടാ. ആയി കഴിയുമ്പോ വിളിച്ചേക്കാം കഴിക്കാനേ. ഒരു പണി ചെയ്തു, പല്ല് തേച്ചിട്ട് പോയി കിടന്നോ. പൽപ്പൊടി എടുത്ത് തന്നേക്കാം. ഉരുളകളെല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ. വിമാനം കൂടെ വന്നോണ്ട് വേഗമായി. ഉരുളക്ക് ഇച്ചിരി മുഴുപ്പ് കൂടി പോയോ എന്നൊരു സംശയമില്ലായില്ല. നമ്മള് മാത്രല്ലേ തിന്നുള്ളൂ. ഇടയ്ക്ക് ഓരോന്നൊക്കെ അങ്ങോട്ട് ഇതിന്റെ പകുതി വലിപ്പമുള്ള ഉരുളകളും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ അത് ഇത്ര താമസമാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണും പൊന്നിപ്പെണ്ണും അതിനടുത്ത് വന്നത് തീറ്റയൊക്കെ തിന്ന് കഴിഞ്ഞോ എങ്ങനെയാ നോക്കട്ടെ. അവർ തീറ്റയൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്. ഇനി ഇറക്കണം. ഇപ്പോൾ കവളംകാളികൾ 2 വന്ന് കൂടിയിട്ടുണ്ടല്ലോ. കവളംകാളികൾ നമ്മുടെ ഇവരിപ്പോൾ സ്ഥിരം ഇവിടെയുണ്ട് കേട്ടോ. ഇവർ 3 പേരിപ്പം സ്ഥിരമായിട്ട് ഇവിടെയുണ്ട്. കുഞ്ഞിയുടെയും പൊന്നിയുടെയും അടുത്ത് എല്ലാം തിന്നോടി. പൊന്നെല്ലാം കഴിച്ചാ? പൊന്നെ അത് തിന്നില്ലല്ലോ, ചക്കമണ്ടത്തിൽ കിടക്കുവാണല്ലോ. ആഹാ, ഇന്ന് മടുത്തടിക്കണേ. ഇതിനകത്തിട്ടിരിക്കുന്നേ പൊന്നെ. പൊന്ന് വാലൊക്കെ പൊക്കി പിടിച്ചിട്ടുണ്ടല്ലോ. പല്ല് തേച്ചാ? പല്ലൊക്കെ തേച്ചാ? റെഡിയായോ? പല്ലൊക്കെ തേച്ചോന്നു? പല്ല് തേച്ചോന്നു? അമ്മ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഉഷാറായി. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉഷാറായെന്ന് പറയത്. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേനേ മുഖമൊക്കെ കഴുകി വന്നപ്പോഴത്തേനും ആൾ ഉഷാറായെന്ന് പറയത്. ഒന്നര ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളത്തിൻ്റെ ബാക്കി അരിപ്പൊടി കുഴയ്ക്കാനായിട്ട് എടുത്ത വെള്ളത്തിൻ്റെ ബാക്കി ഇതിലോട്ട് ചേർക്കുക. നല്ല വെളുത്തുള്ളി ഉള്ളിയൊക്കെ വെച്ച ആ വെള്ളത്തിൻ്റെ ബാക്കിയും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഞങ്ങളൊക്കെ പോകുമ്പോൾ അന്ന് ഈശോയുടെ റോള് കിട്ടുന്നവർക്ക് ഭയങ്കര ഇതാട്ടോ. അന്ന് ഈ സ്വഭാവമൊക്കെ നോക്കിയാണ് ഈശോയുടെ റോള് കൊടുക്കുന്നത്. അപ്പം അത് കിട്ടാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് അന്ന്. അവർക്കൊരു പ്രത്യേക വെയിറ്റായിരുന്നു അന്ന്. പക്ഷേ ഈ നേർച്ചയൊന്നും വളരെ റെയറായിട്ട് നടന്ന നേർച്ചയാണ് അല്ലേ? അധികം അങ്ങനെ ഇല്ലായിരുന്നു വീട് വഴിയൊന്നും. പണ്ട് കാലത്ത് മിക്കവാറും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ജോമോനെയൊക്കെ വീട്ടിലെയൊക്കെ എൻ്റെ ആങ്ങളെനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പോകുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അത് നിന്ന് പോയി. ഇപ്പൊ എന്നെ വല്ലപ്പോഴെങ്ങാനും വല്ല കാലത്തെങ്ങാനും എന്തെങ്കിലും ഉള്ളതായിട്ട് കേൾക്കുന്നുമുണ്ട്. പണ്ടത്തെ പോലെ ഉള്ളതില്ല. ഇന്ന് പിള്ളേരും ഇല്ലല്ലോ, നാട്ടിൽ പിള്ളേരും ഇല്ല. വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഉരുളകൾ ഇതിലിടുന്നത്. തിളച്ചതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെ കട്ട പിടിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒന്ന് കട്ട പിടിക്കും. അല്ലെ പിന്നെ ചെറിയതായിട്ട് ഒത്തിരി ഉണ്ടാക്കാതെ 1-2 പേർക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കിട്ടും. പശുവും കിടാവൊക്കെ തൊഴുത്തിലുണ്ടോ? പശുവും കിടാവുമൊക്കെ തൊഴുത്തിലുണ്ടോ? അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നല്ലോ. പശുവും കിടാവുമൊക്കെ തൊഴുത്തിലുണ്ടോ? കണ്ടില്ലേ അമ്മ തുമ്പ അവിടെ നോക്കുന്നുണ്ടായിരുന്നല്ലോ. വണ്ടി ഇവിടെയല്ലേ, ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നേ? തൊഴുത്തപ്പുറത്തല്ലേ? സാബുവിൻ്റെ വണ്ടിയോ? ഏത് സാബുവിൻ്റെ വണ്ടി? ഏത് സാബുവിൻ്റെ വണ്ടി? സാബുവിൻ്റെ വണ്ടി ഏതാ? എവിടെ? എന്തി
എവിടെയാ കാർ ഇവിടെ ഇല്ലല്ലോ? കാറിന്റെ കാര്യം അത് കണ്ടില്ലെന്ന് പറഞ്ഞായിരുന്നു. ആണോ? ആ അത് മോള് കൊണ്ടുപോയി. അമ്മയുടെ മോള് കൊണ്ടുപോയി. എന്താ വണ്ടി മോള് കൊണ്ടുപോയോ? ആ അവിടെ ഇവിടെ ആരോ ഓടിക്കണം? അവിടെ മക്കളെ ഓടിക്കാണ്. ഇല്ല, കെട്ടിയോൻ ഓടിക്കും. ഏ കെട്ടിയോൻ ഓടിക്കും. ആ അവരുടെ വണ്ടിയാ, നമ്മുടെതല്ല. അവര് കൊണ്ടുപോകും. അവര് കൊണ്ടുപോട്ടെ അല്ലേ? പിന്നെ അവരുടെ വണ്ടി അവരല്ലേ കൊണ്ടുപോകണ്ട, നമ്മളൊക്കെ എടുക്കാൻ പറ്റുമോ? അവരുടെ മുതൽ അവര് കൊണ്ടുപോകും. ഇത്രയും നാള് നമ്മൾ ഉപയോഗിച്ചില്ലേ? എന്നാ ചോദിച്ചേ? ഇന്നലെയാ അവിടെ കിടക്കുന്ന കാണാവുന്നുണ്ട്. അവിടെ എന്നെ വണ്ടി കണ്ടില്ലല്ലോ. ആ അല്ല, ഇപ്പൊ പറഞ്ഞ സാബുവിന്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ടെന്നാ പറഞ്ഞത്. ഏതാന്ന് അറിയത്തില്ല. സ്കൂട്ടറിന്റെ കാര്യമാണോ ബൈക്കിന്റെ കാര്യമാണോ ഏതിന്റെ കാര്യമാണെന്ന് അറിയത്തില്ല. ഞാനൊരു വീട്ടിലോട്ടാ ഞാൻ അങ്ങോട്ടും പോകണ്ടി. അമ്മയുടെ വീട്ടിലാ നിൽക്കണ്ട, എങ്ങോട്ടും പോകണ്ട. അമ്മയുടെ വീട്ടിലാ നിൽക്കുന്നത്, എങ്ങോട്ടും പോകണ്ടെന്ന്. നമുക്ക് അവിടെ ഒന്ന് വിസിറ്റിങ്ങിന് പോവാം. എല്ലായിടത്തും അല്ലേ? അത് ഈ പല്ലിയ കൂടി നടക്കുന്ന സൗണ്ടാ, സീലിങ്ങിനകത്ത് കൂടി. ആര് ആരാ എൻ്റെ വീട്ടിലുള്ളത്? ആരാന്ന് പറ. വീട്ടിലുള്ളവർ ആരാ കൊണ്ടുവരാൻ വരുന്നത്? വീട്ടിലുള്ളവരെല്ലാം കൂടിയുണ്ട്. അവിടെ ആവശ്യപ്പെട്ടവരൊക്കെ ഉണ്ട്. ആവശ്യപ്പെട്ടവർക്ക് പേരില്ലേ? പേരില്ലാത്തവരാണോ? മറ്റുള്ളവരെന്തായാലും അതൊക്കെ തിരക്കണം. മറ്റുള്ളവർ പിന്നെ തിരക്കാതെ ഓരോരുത്തരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുക, നോക്കുക, അവിടെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുക. അല്ലാതെ നാട്ടുകാരെ, അയൽവക്കക്കാര്, വീട്ടുകാര്, ബന്ധുക്കാരുടെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യം. അവിടെ ആളുണ്ട്, അവരുടെ സൗകര്യം പോലെ ചെയ്തു. മറ്റുള്ളവരതിനകത്ത് ഏറ്റുമുട്ടാൻ പോയാൽ അവൻ മുഴുവൻ അലമ്പ. അപ്പൊ ബന്ധുക്കാരെ സ്വന്തക്കാരെയൊന്നും ഇവരെ അന്വേഷിക്കണ്ടേ? ബന്ധമില്ല. അപ്പൊ ബന്ധുക്കാരെ സ്വന്തക്കാരൊന്നും ഇവരെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയണേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത് അല്ലേ? അല്ല, അമ്മാര് ചോദിച്ചു ആരാ വരുന്നേ, കൊണ്ടുപോകാൻ ആരാ വരുന്നതെന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ പറഞ്ഞു പേര് ചോദിച്ചു. വേണ്ടാത്ത അന്വേഷിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? കുഞ്ഞി അമ്മക്കിട്ട് നോക്കി നിൽക്കുക. അമ്മക്കിട്ട് നോക്കി എവിടെ നിൽക്കുകയാണല്ലോ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഉരുളകൾ ഓരോന്നായിട്ട് പെറുക്കിയിടണേ. പക്ഷെ ഇവിടെ പരന്ന പാത്രമായിരുന്നെങ്കിൽ നല്ലതായിരുന്നേ. എനിക്ക് ഇവിടെ ഇത്രയും പരന്ന പാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിതിൽ ഉണ്ടാക്കും. ഉരുളി എടുത്ത് വെക്കണം അല്ലേ? ഉരുളി എടുത്ത് വെക്കണം. പിന്നെ വലിയ ചിരുവ കുറച്ചുണ്ടാക്കുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മുഴുവനകത്ത് ഉള്ളു വെള്ളം പൊങ്ങി വരും ഇപ്പൊ. വെള്ളം തിളച്ച വെള്ളം നിന്ന് പോയിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ തണുത്തിരുന്ന സാധനമല്ലേ അങ്ങോട്ട് ഇടുന്നത്. തിളച്ച് ഇത് പിന്നെയും ഉരുളകളൊക്കെ ഇട്ടതിന് ശേഷം പിന്നെയും വെള്ളം തിളച്ച് വന്നതിന് ശേഷമേ നമ്മൾ ഇത് ഇളക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും, പൊടിഞ്ഞു പോകും. ഏകദേശം നമ്മുടെ ഉരുളകൾ തീർന്നു. ചുരുവത്തിൽ വെള്ളം പൊങ്ങി വന്നോണ്ടിരിക്കുന്നു. കാക്ക വർണ്ണിക്കാത്ത കാലട്ട പോലെ. അപ്പോൾ നമ്മുടെ അരിയുണ്ടകൾ മുഴുവനും വെള്ളത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു. ഇനി തിളച്ച് റെഡിയായാൽ മതി. പശുവും കിടാവും എന്നാ പറയണം? പശുവും കിടാവും എന്നാ പറയണം? പശുവും കിടാവും അവിടെ എന്നാ പറയണം? ചില സമയത്തല്ലേ എന്നാ എടുക്കണം ഉണ്ടോ? അപ്പൊ കേട്ടില്ലേ? അത് ഈരൊക്കെ തിന്ന് വയറ് നിറഞ്ഞ കിട. വെള്ളം കൊടുത്തോടാ യുവാനെ, കുഞ്ഞിക്ക് ഇച്ചിരി വെള്ളം കൂടെ കൊടുത്തേ. വെള്ളം കൊടുത്തേ. അമ്മ ഇത്രയും നേരം തൊഴുത്തി കണ്ടതല്ലേ? അവര് തൊഴുത്തി നിൽക്കുന്ന അമ്മ കണ്ടതല്ലേ? തൊഴുത്തി നിൽക്കുന്നതല്ലേ അമ്മ അവിടെ ജനലിലൊക്കെ പോയി ഒളിഞ്ഞു നോക്കിയത്? ഇപ്പോൾ നമ്മുടെ പിടി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. കട്ട പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ബോള് വീർത്ത് വന്നിട്ടുണ്ട് കണ്ടോ? വലുതായി. ഇച്ചിരി കൂടെ ചെറുതാക്കിയാലും കുഴപ്പമില്ല. അരി ഇത്
വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ ഇത് പൊലിച്ചതാ. അപ്പോൾ എന്നാലും പിടിച്ചിട്ടൊന്നുമില്ല. വേറെ 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 കിടക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് വേവണം. അടച്ച് വെച്ച് വേവിക്കാം. ഈ തേങ്ങയുടെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുവാണ്. കുറച്ച് മതി. എനിക്ക് ഇന്ന അളവൊന്നൊന്നുമില്ല, എൻ്റെ ഒരു കൈക്കണക്കാട്ടോ. ഞാൻ അങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഈ തേങ്ങ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഈ പിടി ഒന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ പൊടി അങ്ങോട്ട് ചേർക്കുവാണ്. അതിനൊന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. ഒന്നും പിടിക്കുന്നൊന്നുമില്ല, എല്ലാം വേറിട്ടാണ് കിടക്കുന്നത്. പിടിക്കാതിരിക്കാനകത്ത് മറ്റേ നമ്മള് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അത് വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ, പിന്നെ നമ്മൾ ഉരുളകൾ ഇട്ടതിന് ശേഷം ആദ്യം വെള്ളം തിളയ്ക്കണം. വെള്ളം തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഉരുളകൾ ഇടാൻ. അതിനുശേഷം പിന്നെ തിളനിന്നു പോകും. അത് കഴിഞ്ഞ് വീണ്ടും തിളച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലും വെച്ച് ഇളക്കാൻ പറ്റുള്ളൂ. ബിരിയാണിക്ക് മറ്റേ വെള്ളം വെച്ച എണ്ണ ഒഴിച്ചായിരുന്നു, അതാണ് ചോദിച്ചു. അതില്ല, ഇല്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തേങ്ങായും തിരുമ്പി വെച്ചിരുന്ന പൊടിയും കൂടെ കൂടി ഇതിനകത്തിട്ട് ഇളക്കുവാണ്. ആൻറ്റിയെ കൂടെ പുല്ലുവിട്ട് നമ്മൾ നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറി വരുമ്പോഴത്തേനും കുറുകി സെറ്റാവും. അതെന്നാ പിടിയും കോഴിയും ആ പിടി ഓർക്കുന്നില്ലേ? ഇങ്ങോട്ട് നോക്കി, എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ, എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേന്ന്, കഴിച്ചു നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്. അതൊന്ന് ആറട്ടെ, ഇച്ചിരി ചൂടാറണ്ടേ. അല്ല ബാബുള്ളൂ. അമ്മയുടെ നേരത്തെ എടുത്തു വെച്ചതല്ലേ. അമ്മയുടെ നേരത്തെ എടുത്തു വെച്ചാ ചൂടാറാൻ വേണ്ടി. അത് ഇറച്ചിക്കകത്തല്ലേ? ഇല്ല ഇല്ല. നല്ലതാണോ? നല്ലതാണോ? മധുരം? അയ്യോ, ഇതിനെങ്ങനെയാ മധുരം ചേർക്കണേ? അത് അരിപ്പൊടിക്കകത്തുള്ള മധുര. ഇതിന് മധുരം ചേർക്കാൻ പറ്റിയല്ലോ. ഇതിന് മധുരം ചേർക്കാൻ പറ്റിയല്ലോ. അമ്മക്കെല്ലാം മധുരം ഉള്ളത് ഇഷ്ടമല്ലേ? ഇറച്ചി വേണോ? ഇറച്ചി ഇച്ചിരി കൂടെ തരട്ടെ? എനിക്ക് വേണ്ട. വാ, ചൂടാക്കി കേട്ടോ. കഴിച്ചോടാ. എനിക്കോട് അമ്മ വിചാരിച്ചിരിക്കുന്ന അരിയുണ്ടെന്നാ. മധുരം പോരെന്ന് പറഞ്ഞു. നല്ലതാന്ന്, രുചിയുണ്ടെന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നില്ലേ? അത് കഴിക്കും. അത് തിന്നാനുണ്ട്. കഴിക്കും. അമ്മയ്ക്കിപ്പോ എല്ലാം വയറ്റിന് സുഖമില്ലെന്നാ പറഞ്ഞ. പിന്നെ ഞാനും തിന്നുവാ. ഞാൻ തിന്നുവാ. ഒത്തിരി ഹാർഡുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് പിടിക്കാൻ പറ്റുന്നല്ലേ? എനിക്ക് പിടിക്കാൻ പറ്റാതാണ്. പിന്നെ എനിക്ക് പിടിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെയുണ്ടോ? നല്ലതാണോടാ?
അപ്പോൾ അങ്ങനെ ജോമോളുടെ റെസിപ്പിയും കൂടി നിങ്ങൾക്ക് ഇട്ട് തരുവാണ്. പിടിയും കോഴി. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളുമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ശക്തി. അപ്പോൾ എല്ലാവരും കമൻറ്റുകളൊക്കെ നൽകുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങളുടെ സംശയങ്ങളും ഒക്കെ തീർക്കാനായിട്ട് ഇതുവഴി സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്